KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ വണ്ണക്കോട്. പ്രധാന വാർത്തകൾ. കടൽക്കൊലക്കേസിലെ പ്രതികളായ ഇറ്റാലിയൻ നാവികർ ഇനി ഇന്ത്യയിലേക്കില്ല. അതേസമയം വിചാരണ തടവുകാരനായി പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനി നാളെ വീണ്ടും ജയിലിലേക്ക്. ഇറ്റലിയുടെ നിലപാടിനെതിരെ രാജ്യത്ത് വ്യാപക പ്രതിഷേധം. ഇറ്റലിയുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഡൽഹി കൂട്ടമാനഭംഗ കേസിലെ മുഖ്യപ്രതി രാംസിംഗിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് തീഹാർ ജയിലിൽ. KSRTC പാക്കേജിന് മന്ത്രിസഭ അംഗീകാരം നൽകി. PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനിയുടെ കേരളത്തിലെ 3 ദിവസങ്ങൾ ഇന്ന് KMIC ന്യൂസ് ടൈമിൽ. മുസ്ലിം ലീഗ് MP ET മുഹമ്മദ് ബഷീർ, KT ജലീൽ MLA തുടങ്ങിയവർ പങ്കെടുക്കുന്നു. വാർത്തകൾ വിശദമായി. കടൽക്കൊലക്കേസിലെ പ്രതികളായ ഇറ്റാലിയൻ നാവികർ ഇനി ഇന്ത്യയിലേക്കില്ല. തിരിച്ചയക്കില്ലെന്ന ഇറ്റലിയുടെ നിലപാട് സ്വീകാര്യമല്ലെന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞു. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇറ്റാലിയൻ അംബാസിഡറെ വിളിച്ചുവരുത്തി വിശദീകരണം തേടുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. വിഷയം ഉന്നയിച്ച് പ്രധാനമന്ത്രിയെ കണ്ട ഇടതു MPമാരോടാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. നമുക്കിത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, അൺഅക്സെപ്റ്റബിൾ ആണ് എന്ന നിലയിലാണ് പ്രധാനമന്ത്രി. ഇറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ ഫോർ ഇന്ത്യ. ഇറ്റാലിയൻ നാവികരെ ഇന്ത്യയിലേക്ക് മടക്കി അയക്കില്ലെന്ന ഇറ്റലിയുടെ നിലപാട് അറിയിച്ചുകൊണ്ടുള്ള കത്ത് പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് പ്രതികരിച്ചു. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച ഇറ്റലിയുടെ കത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചത്. കത്ത് പരിശോധിച്ച് വരികയാണെന്നും ഖുർഷിദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇറ്റലിയുടെ നടപടി വഞ്ചനയാണെന്ന് BJP ആരോപിച്ചു. കൊലക്കേസിൽ പ്രതികളായ നാവികരെ ഇന്ത്യയിൽ തിരിച്ചെത്തിച്ച് വിചാരണ ചെയ്യണമെന്നും BJP ദേശീയ വക്താവ് രാജീവ് പ്രതാപ് റൂഡി ആവശ്യപ്പെട്ടു. വിഷയം ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിക്കുമെന്ന് ഇടത് MPമാരും അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സുപ്രീംകോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങി ഇറ്റലിയിലേക്ക് പോയ നാവികർ ഇന്ത്യയിലേക്ക് മടങ്ങിവരില്ലെന്ന് ഇറ്റലിയിലെ വിദേശകാര്യ മന്ത്രാലയമാണ് വ്യക്തമാക്കിയത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ ഇറ്റലി കത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. കടൽക്കൊലക്കേസിൽ അറസ്റ്റിലായ ലസ്തോറ മാർസിമിലാനോയേക്കും സാൽവത്തോറെ ഗിറോണിനും വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് പോകാൻ ഫെബ്രുവരി 22-നാണ് സുപ്രീംകോടതി അനുമതി നൽകിയത്. 4 ആഴ്ചയ്ക്കു ശേഷം തിരികെ എത്തണമെന്നും ചീഫ് ജസ്റ്റിസ് അൽതമസ് കബീർ, ജസ്റ്റിസ് അനിൽ R ഡാവെ, ജസ്റ്റിസ് വിക്രംജിത് സെൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. 2012 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. എൻഡിക്ക ലക്സി എന്ന ഇറ്റാലിയൻ ചരക്കുകപ്പലിൽ സുരക്ഷാ ജോലിക്ക് നിയോഗിച്ചിരുന്ന ലസ്തോറെ മാർസിമിലാനോയും സാൽവത്തോറെ ഗിറോണും കൊല്ലത്തുനിന്ന് മീൻപിടിക്കാൻ പോയ ബോട്ടിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇതിൽ 2 മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. കേരള തീരത്തുവെച്ച് നടന്ന സംഭവത്തിൽ കേസെടുത്ത കേരള പോലീസ് കപ്പൽ കൊച്ചി തുറമുഖത്തെത്തിച്ച് നാവികരെയും അവർ ഉപയോഗിച്ച ആയുധവും പിടിച്ചെടുക്കുകയായിരുന്നു. കേരള പോലീസ് നിലപാട് ശക്തമാക്കിയതോടെ പ്രശ്നം ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള നയതന്ത്ര പ്രശ്നമായി വളർന്നു. സംഭവം വിവാദമായി തുടരുന്നതിനിടെ കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ നാവികരെ നാട്ടിൽ പോകാൻ കോടതി അനുവദിച്ചിരുന്നു. അന്ന് പറഞ്ഞ സമയത്തിലും നേരത്തെ നാവികർ ഇന്ത്യയിൽ തിരിച്ചെത്തിയിരുന്നു. ഇതിനുശേഷമാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ നാട്ടിൽ പോകാൻ അനുമതി തേടിയത്. കോടതി അനുവദിച്ച 4 ആഴ്ചത്തെ സമയപരിധി തീരാനിരിക്കെയാണ് നാവികർ ഇനി ഇന്ത്യയിലേക്ക് മടങ്ങില്ലെന്ന് ഇറ്റലി വ്യക്തമാക്കിയത്. അതേസമയം വിചാരണ തടവുകാരനായി പരപ്പന അഗ്രഹാര ജയിലിൽ കഴിഞ്ഞിരുന്ന PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനിയുടെ ജാമ്യ 5 ദിവസത്തെ ജാമ്യ സമയപരിധി അവസാനിച്ച് നാളെ ജയിലിലേക്ക് മടങ്ങുകയാണ്. ഈ അവസ്ഥയിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുകയാണ്.
കടൽക്കൊലക്കേസിൽ പ്രതികളായ നാവികരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കില്ലെന്ന ഇറ്റലിയുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കടുത്ത പ്രതിഷേധമുണ്ട്. ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കാൻ ഇന്ന് രാത്രി തന്നെ ഡൽഹിക്ക് പോകുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കണ്ട് വിഷയത്തിൽ സംസ്ഥാനത്തിലുള്ള കടുത്ത പ്രതിഷേധം അറിയിക്കും. ഇതോടൊപ്പം വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദുമായും കൂടിക്കാഴ്ച നടത്തും. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നും പരിശോധിക്കും. കടൽക്കൊലക്കേസിൽ പ്രതികളായ ഇറ്റാലിയൻ നാവികരെ ഇന്ത്യൻ നിയമമനുസരിച്ച് ശിക്ഷിക്കണമെന്നാണ് അന്നും ഇന്നും കേരളം സ്വീകരിച്ചിരിക്കുന്നതെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഇറ്റലിയുടെ ഇപ്പോഴത്തെ നിലപാട് സംസ്ഥാനത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മറീനുകളെ തിരിച്ചയക്കില്ലെന്ന ഇറ്റലിയുടെ നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധം. മറീനുകളെ വിട്ടയച്ചതിൽ ഒത്തുകളിയാണെന്ന് വെടിയേറ്റ് മരിച്ച മത്സ്യത്തൊഴിലാളി ജലസ്റ്റിന്റെ ഭാര്യ ഡോറ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന മാർച്ചിൽ നാവികരുടെ കോലം കത്തിച്ചു. നാവികരെ വിട്ടയച്ച സർക്കാരിന് മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച ഇറ്റലിക്കും എതിരെ രൂക്ഷമായ മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്. തുടർന്ന് നാവികരുടെ കോലം കത്തിച്ചു. നഷ്ടപരിഹാരം നൽകിയതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നില്ല എന്നായിരുന്നു ജലസ്റ്റിന്റെ ഭാര്യ ഡോറയുടെ പ്രതികരണം. മറീനുകൾ തിരിച്ചെത്തിയില്ലെങ്കിൽ ജാമ്യം നിന്ന ഇറ്റാലിയൻ അംബാസഡറെ ജയിലിൽ അടക്കണമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഡൽഹിയിലുള്ള ഇറ്റലിയിലെ അംബാസഡറാണ് ഇവർക്ക് രണ്ടാൾക്ക് ജാമ്യം തന്നത്. ഇപ്പൊ ആളുകൾ ചോദിക്കുന്നു, ഇവരിനി വരുമോ? വരില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ ജാമ്യം നിന്ന് ആളെ പിടിച്ച് ജയിലിലിടണം. ഇറ്റലിയിലെ അംബാസഡറെ പിടിച്ച് ജയിലിലിട്ടാൽ ഈ രണ്ടാള് തന്നാലെ ഇങ്ങോട്ട് വരും. ഡൽഹി കൂട്ടമാനഭംഗ കേസിലെ മുഖ്യപ്രതി രാം സിംഗിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിഹാർ ജയിലിൽ പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. ആത്മഹത്യയെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ മരണം കൊലപാതകമാണെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി സർക്കാർ ഉത്തരവിട്ടു. രാം സിംഗിന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമെന്ന് രാം സിംഗിന്റെ അഭിഭാഷകൻ മനോഹർലാൽ ശർമ്മ ആരോപിച്ചു. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുണ്ടായിരുന്നില്ല, പ്രതിക്ക് മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നില്ലെന്നും മനോഹർലാൽ ശർമ്മ പറഞ്ഞു. കെഎസ്ആർടിസി പാക്കേജിന് മന്ത്രിസഭ അംഗീകാരം നൽകി. കെഎസ്ആർടിസിക്ക് സിവിൽ സപ്ലൈസ് വഴി ഡീസൽ വാങ്ങാനും തീരുമാനമായിട്ടുണ്ട്. കോതമംഗലത്ത് കാട്ടാന ചവിട്ടിക്കൊന്ന ഏകാധ്യാപിക സ്കൂൾ ടീച്ചറുടെ കുടുംബത്തിന് ചട്ടമനുസരിച്ച് 3 ലക്ഷം രൂപയും സർക്കാർ സഹായമായി 2 ലക്ഷം രൂപയും നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനു ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വന്യമൃഗങ്ങളുടെ അക്രമം കൊണ്ട് ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ചു. വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ കൃഷിയും വീടും തകരുക, കന്നുകാലികളെ നഷ്ടമാവുക എന്നിങ്ങനെയുള്ള നഷ്ടങ്ങൾക്ക് ലഭിക്കുന്ന തുക 5000-ൽ നിന്നും 75,000 രൂപയാക്കി. സംഘടനാ വാർത്തകൾ. SSF 40ാം വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി കോഴിക്കോട് ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന മീഡിയ ശില്പശാലയ്ക്ക് തുടക്കമായി. ആലുവ സുന്നി സെന്ററിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. EP അബ്ദുറഹ്മാൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. PV അഹമ്മദ് കബീർ നേതൃത്വം നൽകി. സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി നിയമിച്ച മീഡിയ കോഓർഡിനേറ്റർമാർക്കാണ് ജില്ലാതലത്തിൽ പരിശീലനം നൽകുന്നത്. ഈ മാസം 20-നകം ജില്ലാതല പരിശീലനം പൂർത്തിയാകും. ശില്പശാലയ്ക്ക് VPM ഇസ്ഹാഖ്, PV അഹമ്മദ് കബീർ, അബ്ദുറഷീദ് സഖാഫി മെരുവമ്പായി, മുഹമ്മദ് അലി കിനാലൂർ, ഷാഫി മലപ്പുറം, നാസർ വണ്ടൂർ, അൻവർ തിരുവനന്തപുരം നേതൃത്വം നൽകും. ഇത് സംബന്ധമായി ചേർന്ന യോഗം K അബ്ദുൽ കലാം ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 14 മുതൽ 17 വരെ നടക്കുന്ന അവേലത്ത് സാദാത്യങ്ങളുടെ ഉറൂസിന്റെ ഭാഗമായുള്ള മഹല്ല് വരവ് വെള്ളിയാഴ്ച നടക്കും. ചുറ്റുവട്ടത്തെ 20-ലധികം മഹല്ലുകളിൽ നിന്നാണ് ഉറൂസിനുള്ള വിഭവങ്ങളുമായി 100 കണക്കിന് പേരെത്തുക. മർക്കസ് ഗാർഡൻ മസ്ജിദിൽ സംഗമിച്ച ശേഷം അസർ നിസ്കാരാനന്തരം വിഭവങ്ങളുമായി സാദാത്ത് നഗറിലേക്ക് നീങ്ങും. വിഭവങ്ങളുമായി എത്തുന്നവർക്ക് ഉറൂസ് നഗരിയിൽ വൻ സ്വീകരണം നൽകും. മുഹമ്മദ് അലി സഖാഫി വെള്ളിയാട്, PK നാസർ സഖാഫി, അഹമ്മദ് സഖാഫി, അസീസ് സഖാഫി, മർക്കസ് ഗാർഡൻ മസ്ജിദ് ഇമാം അബൂ സാലിഹ് സഖാഫി തുടങ്ങി പ്രമുഖർ പരിപാടികൾക്ക് നേതൃത്വം നൽകും.
SSF 40ാം വാർഷികാഘോഷത്തിന്റെ പ്രചാരണ ഫ്ലക്സ് ബോർഡും സമ്മേളനപ്പെട്ടിയും സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് SSF SYS പറമ്പിൽ ബസാർ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. അബ്ദുൽ നാസർ, കെ അബ്ദുസമദ് സഖാഫി മായനാട് തുടങ്ങിയവർ സംസാരിച്ചു. 200ഓളം പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിന് EK ഉമർ ഷെരീഫ്, അബ്ദുള്ള N റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുക്കം പോലീസ് സ്റ്റേഷന് സമീപം പ്രവർത്തിച്ചു വരുന്ന ബീവറേജസ് ഔട്ട്ലെറ്റ് സംസ്ഥാന പാതയോരത്തു നിന്ന് എത്രയും വേഗം മാറ്റി സ്ഥാപിക്കണമെന്നും യാത്രക്കാരുടെ യാത്രാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നും SYS മുക്കം സോൺ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. മുക്കം ഫൺലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം SYS സംസ്ഥാന സെക്രട്ടറി N അലി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. സോൺ പ്രസിഡന്റ് C അബ്ദുൽ ഹമീദ് സഖാഫി അധ്യക്ഷത വഹിച്ചു. പ്രവർത്തകന്റെ സംസ്കാരം എന്ന വിഷയത്തിൽ SYS സംസ്ഥാന സെക്രട്ടറി CP സേതലവി മാസ്റ്റർ ചെങ്ങര പ്രഭാഷണം നടത്തി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ CD പ്രഭാഷണവും നടത്തി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് അപേക്ഷിച്ചവരുടെ എണ്ണം 18,000 കവിഞ്ഞു. ഈ മാസം 20 വരെയാണ് അപേക്ഷ സ്വീകരിക്കുക. അതേസമയം ഈ വർഷം മുൻ വർഷത്തെപ്പോലെ അപേക്ഷകരുടെ ബാഹുല്യം ഉണ്ടാകില്ലെന്നാണ് സൂചന. ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവരും റിസർവ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരും സഹായികളും ജീവിതത്തിൽ ഒരിക്കലും ഹജ്ജ് നിർവഹിച്ചവരായിരിക്കരുതെന്ന നിബന്ധനയുമാണ് അപേക്ഷകരുടെ എണ്ണം കുറയാൻ കാരണം. കഴിഞ്ഞ വർഷം 26 കുട്ടികൾ ഉൾപ്പെടെ 49,429 അപേക്ഷകരുണ്ടായിരുന്നു. ഇവരിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 8,419 പേർക്ക് ഹജ്ജിന് അവസരം ലഭിച്ചു. ഈ വർഷം അവസരം ലഭിക്കുന്നവർ ആദ്യ ഗഡുവായ 76,000 രൂപ മെയ് 20 മുമ്പായി അടക്കണം. കഴിഞ്ഞ വർഷം ഇത് 54,000 രൂപയായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അബ്ദുൽ നാസർ മഅദനിയുടെ കേരളത്തിലെ 3 ദിവസങ്ങൾ. നേരിന്റെ കൂടുകൂട്ടാൻ, സ്നേഹത്തിൻ ശീലുമേക്കാൻ, ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ, വാ താരങ്ങളിൽ നേരിന്റെ കൂടുകൂട്ടാൻ, സ്നേഹത്തിൻ ശീലുമേക്കാൻ, ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. പോരുക താരതിൽ കണ്ണികളാകാൻ ചേരുക സോദരരെ, നേരിൻ പാതയിൽ ദൂരമതേറെ താണ്ടേണം പുലരേ, വാ താരങ്ങളിൽ നേരിന്റെ കൂടുകൂട്ടാൻ, സ്നേഹത്തിൻ ശീലുമീട്ടാൻ, ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ, വാ താരങ്ങളിൽ നേരിന്റെ കൂടു. വാർത്തകൾ തുടരുന്നു. അബ്ദുൽ നാസർ മഅദനി പരപ്പന അഗ്രഹാര ജയിലിൽ വിചാരണ തടവുകാരനായി അടക്കപ്പെട്ട മഅദനി 2.5 വർഷത്തിനു ശേഷം മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി കേരളത്തിലേക്ക്. 5 ദിവസത്തെ ജാമ്യം ലഭിച്ച മഅദനി കർണാടക പോലീസിന്റെ അനാസ്ഥ മൂലം 1/2 ദിവസം വിമാനത്താവളത്തിൽ കഴിച്ചുകൂട്ടി. തുടർന്ന് രാത്രി 10 മണിയോടെയാണ് അബ്ദുൽ നാസർ മഅദനി കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തിയത്. പ്രവർത്തകരുടെ അമിതാവേശം കാരണം പ്രവർത്തകർക്ക് പോലും മഅദനിയെ ശരിക്കൊന്നു കാണാൻ അവസരം ലഭിച്ചില്ല. കനത്ത സുരക്ഷയിൽ മഅദനി കൊല്ലം അസിസിയ ഹോസ്പിറ്റലിലേക്ക്. അബ്ദുൽ നാസർ മഅദനിയുടെ കേരളത്തിലെ 2ാം ദിവസം മകൾ ഷമീറ ജൗഹറയുടെ വിവാഹ ചടങ്ങ്. ആവേശഭരിതമായ പ്രവർത്തന വ്യൂഹം കൊട്ടിയം സുമയ്യ ഓഡിറ്റോറിയം ലക്ഷ്യമാക്കി നീങ്ങി. പ്രവർത്തകർ മാത്രമല്ല, നേതാക്കളും. കേരളത്തിലെ മുഴുവൻ മാധ്യമപ്പടയും കൊട്ടിയത്ത്. ഒരുപക്ഷെ ഇന്ത്യയിൽ മാധ്യമങ്ങൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത ലോകം ഉറ്റുനോക്കിയ വിവാഹ ചടങ്ങ് അത് മഅദനിയുടെ മകൾ ഷമീറയുടെ വിവാഹ ചടങ്ങായിരിക്കാം. പ്രവർത്തകരെ ആവേശഭരിതമാക്കി അബ്ദുൽ നാസർ മഅദനി വിവാഹവേദിയിൽ. തക്ബീർ ധ്വനികളോടെയും മുദ്രാവാക്യങ്ങളോടെയും പ്രവർത്തകർ മഅദനിയെ സ്വീകരിച്ചു. കേരളത്തിന്റെ കാക്കിപ്പട്ടാളം കനത്ത ജാഗ്രതയിലാണ്. പത്രപ്രവർത്തകരെ കാണരുത് എന്ന വ്യവസ്ഥയിലൂടെ മഅദനിയുടെ ശബ്ദം കേരളം കേൾക്കില്ല എന്ന ആശങ്കയെ മാറ്റിമറിച്ച് അബ്ദുൽ നാസർ മഅദനി വിവാഹത്തിന്റെ മുന്നോടിയായുള്ള പ്രസംഗം ആരംഭിച്ചു. ശാരീരിക അസുഖങ്ങളുണ്ടെങ്കിലും ഗാംഭീര്യമാർന്ന ആ ശബ്ദത്തിന് ഒരു കോട്ടവുമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് മഅദനി സദസ്സിനോട് തന്റെ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
സദസ് ഉച്ചത്തിൽ സലാം മടക്കി. തുടർന്ന് അബ്ദുൽ നാസർ മഅദനി പഴയ രീതിയെ തോന്നിപ്പിക്കും വിധം ഹംദും സ്വലാത്തും ചൊല്ലി പ്രസംഗം ആരംഭിച്ചു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയ്ക്ക് സദസ് ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു. والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكم من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما وعفوا وما استكانوا والله يحب الصابرين. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ നാഥൻ നമ്മുടെ മേൽ എല്ലാ അനുഗ്രഹവും ചൊരിയുമാറാകട്ടെ. എല്ലാവരും വളരെ നിശബ്ദരായി ഇരിക്കണം. വികാരഭരിതമായ സദസ്സിനോട് അബ്ദുൽ നാസർ മഅദനിയുടെ ഉപദേശം. പ്രതികരണം: ആവേശം മനസ്സിലൊതുക്കണം. അമിതാവേശം ഒരുപക്ഷെ എനിക്ക് നിങ്ങളിലേക്ക് എത്തുന്നത് വൈകിപ്പിച്ചേക്കാം. ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ഈ പ്രസംഗം ഒരുപക്ഷെ കർണാടകയിൽ നിന്നെത്തിയ നിയമപാലകർ തടഞ്ഞേക്കാം. ഒരു നിക്കാഹിന്റെ ചടങ്ങിലാണ് നാം ഉള്ളത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകണം. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ കാണിക്കുന്ന അമിതാവേശം ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് കൂടുതൽ താമസമാകുന്നതിനായിരിക്കും കാരണമാകുന്നത് എന്ന ബോധ്യവും നിങ്ങൾക്കുണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം എല്ലാവരും ഈ സദസ്സിൽ പങ്കെടുക്കേണ്ടത്, ഈ സദസ്സിന്റെ അവസാനം വരെ സഹകരിക്കേണ്ടത്. ഒരു പ്രസംഗത്തിന്റെ അവസ്ഥയിലല്ല ഞാനുള്ളതെന്ന് നിങ്ങൾക്കറിയാം. പ്രസംഗം ഒരു ഖുതുബ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിക്കാഹിന്റെ ഭാഗമായ ഖുതുബ എന്ന നിലയിലാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാർക്കറിയുന്നത് പോലെ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ നിന്ന് പോയതിനു ശേഷം കാരാഗ്രഹത്തിന്റെ ഇരുളിൽ നിന്ന് വീണ്ടും കേരളത്തിന്റെ ഈ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും നീതിബോധത്തിന്റെയും പ്രകാശത്തിലേക്ക് ഞാൻ മടങ്ങി വന്നു. ഒരു കാരണവശാലും ആരും പ്രസംഗത്തിൽ കേൾക്കുന്നതല്ലാതെ അമിതമായി പ്രതികരിച്ചാൽ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നിർദ്ദേശം നൽകപ്പെട്ടെത്തിയിരിക്കുന്ന ഭാഗത്തു നിന്ന് അതിന്റെ പ്രതിനിധികളായി ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ എന്നെ പെട്ടെന്ന് തടഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതികരണമൊക്കെ ഹൃദയത്തിൽ നിൽക്കണം. പുറത്തിയാവൊന്നും പ്രതികരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരൻ, വലതുഭാഗത്ത് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും ഇടതുഭാഗത്ത് മുസ്ലിം ലീഗ് MP ET മുഹമ്മദ് ബഷീറും KT ജലീൽ MLA തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മതനേതാക്കളുടെയും സാന്നിധ്യത്തിൽ അബ്ദുൽ നാസർ മഅദനി കേരള ജനത എന്നോടൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചു. ഈ വേദനയുടെ ഘട്ടത്തിൽ കേരളം ഒന്നടങ്കം കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും എല്ലാ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ടവരും എല്ലാ വിശ്വാസികളല്ലാത്തവരും എല്ലാവരും കേരളത്തിൽ വിനീതനായ എന്നോട് കാണിക്കുന്നത് അനീതിയാണെന്നും ആ അനീതിക്കെതിരെ മനുഷ്യ മനസ്സുണരണമെന്നും അനീതിക്കെതിരെ പോരാടേണ്ടത് ബാധ്യതയാണ് എന്നുമുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി കേരളീയ സമൂഹം ഒന്നടങ്കം എന്നോടൊപ്പം നിൽക്കുന്നു. ഞാൻ നേരിടുന്ന ഈ അനീതിക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും കാരാഗ്രഹത്തിന്റെ ഇരുളിലും എനിക്ക് സമാധാനവും ആവേശവും ഒക്കെ പകരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. മറ്റൊരു കാര്യം, ഞാൻ മാത്രമല്ല ഈ രാജ്യത്ത് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്. ഒരുപാട് ആളുകൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധിയാദികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ലോകത്ത് ഫലസ്തീനിൽ ഉൾപ്പെടെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന അതികഠിനമായ പീഡനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നിരവധി പേർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ നിരവധി പേർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കേരളത്തിൽ നിന്ന് എന്നെ മാത്രമല്ല യഥാർത്ഥത്തിൽ ഞാൻ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടച്ചിട്ടുള്ളത്.
കാരാഗ്രഹത്തിൽ ഞാൻ മാത്രമല്ല നിരപരാധിയായി കഴിയുന്നത്. ഞാൻ കാരാഗ്രഹത്തിൽ കഴിയുമ്പോൾ അതിന് എന്നോട് ഈ അമർഷവും വിദ്വേഷവും ഒക്കെ തോന്നുന്നതിന് ചില കാരണങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ മുൻകാലങ്ങളിൽ സംസാരിക്കുമ്പോൾ അത് കുറച്ച് പരുഷമായ ശൈലിയിലായി പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ശൈലി എന്നിൽ നിന്ന് സംഭവിച്ചു പോയതിൽ പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ കഴിഞ്ഞ ജയിൽവാസത്തിന് ശേഷം ഞാൻ ശംഖുമുഖത്തെത്തിയപ്പോൾ കേരളീയ സമൂഹത്തോട് ഒന്നടങ്കം ഞാൻ മാപ്പ് ചോദിച്ചു. എന്തെങ്കിലും എന്റെ വാക്കുകളിൽ പ്രവൃത്തികളിൽ കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്നും അതിൽ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു. വിവിധ ജയിലുകളിൽ നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ മഅദനി തന്റെ വാക്കുകളിൽ മുമ്പ് വന്ന പാളിച്ചകൾക്ക് മാപ്പ് പറഞ്ഞതും ഓർമ്മപ്പെടുത്തി. ഇപ്പോഴും താൻ പീഡിപ്പിക്കപ്പെടുന്നത് ചില വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടത് കൊണ്ടാണെന്നും മഅദനി പറഞ്ഞു. അതിനുശേഷവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അറിയുന്നത് പോലെ വിനീതനായ ഞാൻ വീണ്ടും പീഡിപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ നടത്തിയ ഏതെങ്കിലും പ്രഭാഷണങ്ങളിലെ ഏതെങ്കിലും ചില വാക്കുകൾ, അതിനപ്പുറം ഒന്നുമില്ല, ചില വാക്കുകൾ, ആ വാക്കുകളുടെ പേരിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിരന്തരമായ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു വാക്കുപോലും അങ്ങനെ ഉച്ചരിച്ചിട്ടില്ലാത്ത, അങ്ങനെ ഒരിക്കലും ഒന്നിനുമെതിരെ പ്രതികരിച്ചിട്ടില്ലാത്ത മലപ്പുറം ജില്ലയിലെ ഒരു കടലോര പ്രദേശത്തെ ഒരു ചെറ്റക്കൂരയിലെ ഒരു അനാഥനായ ഒരു പിഞ്ചു ബാലനായിരിക്കവേ അറസ്റ്റ് ചെയ്യപ്പെട്ട ലക്കരിയ എന്ന ചെറിയ കുട്ടി ഉൾപ്പെടെ ഇന്നും അവിടെ അടയ്ക്കപ്പെട്ടിരിക്കുന്ന, ഞാനുള്ള സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പേരുണ്ട്. ഈ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെയൊക്കെ കഥകളോട്, ചരിത്രങ്ങളോട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും എനിക്ക് സമാധാനമാണ്. ആദ്യം ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ എന്റെ സമാധാനം ഈ പീഡനങ്ങളും പ്രയാസങ്ങളും ഞാൻ അനുഭവിക്കുമ്പോൾ കേരളീയ സമൂഹം ഒന്നടങ്കം എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഉറച്ച ആ പ്രതീക്ഷയും ആ വിശ്വാസവും എന്നെ വല്ലാതെ ശക്തനാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ എന്റെ കാര്യം, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പീഡനങ്ങൾ എന്നെക്കാളും കൂടുതൽ അനുഭവിക്കുന്നവർ ഈ രാജ്യത്തുണ്ട്. മൂന്നാമത്തെ കാര്യം ഒരു കാര്യമാണ്, അതെന്റെ ഉറച്ച വിശ്വാസത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. മല്ലം യർളബിഖലാഹി വമല്ലം യസ്ബിർ അലാ ബദാഇ ഫൽയഖ്റുജ് മിൻ തഹ്തി സമാഇ വൽയത്ബു റബ്ബൽ സമാഇ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഹദീസിലൂടെ കാണുന്ന ആ ഒരു മഹത്തായ ഒരു വാചകം ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ പറയുകയാണ്. എന്റെ വിധി, ഞാൻ എന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന ഞാൻ നിശ്ചയിച്ച വിധി, ആ വിധിയിൽ തൃപ്തിപ്പെടാൻ ആരെങ്കിലും തയ്യാറാകുന്നില്ലെങ്കിൽ, ഞാൻ കൊടുക്കുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നില്ലെങ്കിൽ, അങ്ങനെ ഞാനൊരു പരീക്ഷണം കൊടുത്താൽ, ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരീക്ഷണം നൽകിയാൽ അത് ക്ഷമിക്കാൻ കഴിയാതെ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നാൽ, ആ അസ്വസ്ഥനാകുന്നവൻ ഒരു കാര്യം ചെയ്തോട്ടെ, എന്റെ ആകാശത്തിന്റെ കീഴിൽ നിന്ന് വേറെവിടെങ്കിലും പോയവൻ ജീവിച്ചോട്ടെ, ഞാനല്ലാത്ത ഏതെങ്കിലും ഒരു നാഥനെ അർപ്പിക്കോട്ടെ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ആകാശഭൂമികളുടെ സംരക്ഷകനായ നാഥനിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. നമുക്ക് പരീക്ഷണങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, കഷ്ടപ്പാടുകൾ വരും. ഇതെല്ലാം സർവശക്തനായ നാഥനിൽ വിശ്വസിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി നീങ്ങുക എന്നുള്ളതാണ് മൂന്നാമത് ഞാൻ സ്വീകരിച്ചിട്ടുള്ള കാര്യം. പ്രസംഗത്തിനിടയിൽ തന്റെ ജാമ്യത്തിനു വേണ്ടിയും ചികിത്സയ്ക്ക് വേണ്ടിയും പരിശ്രമിച്ച അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവരെ പേരെടുത്ത് പ്രശംസിക്കാനും മഅദനി മറന്നില്ല. അതുപോലെ നമ്മുടെ മോചനത്തിന്റെ പാതയിൽ പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് പേർ, ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർ ഉൾപ്പെടെ മോചനത്തിന്റെ പാതയിൽ പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് പേർ, ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർ ഉൾപ്പെടെ, അതുപോലെ നിരവധി പേർ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നടത്തുന്നവർ. ഞാൻ ആരുടെയും പേര് പറഞ്ഞു 2 വട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നിരവധി പേർ, ഞാനിത് ഈ പേര് പറയുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു മഹത്വം ഉണ്ടാവുന്നില്ല. ഞാൻ എന്റെ ഒരു സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ പേര് ഞാൻ പറയുന്നതേ ഉള്ളൂ. അല്ല, പേര് പറഞ്ഞില്ല എന്ന് കരുതി ആർക്കും ഒന്നും വിഷമവും തോന്നില്ല. എങ്കിലും ഞാൻ അവരുടെയൊക്കെ പേരുകൾ അനുസ്മരിച്ചു എന്നേ ഉള്ളൂ. എല്ലാത്തിനും ഉപരി എന്റെ വിഷയത്തില് വളരെ ശക്തമായിട്ട് എന്നോട് കാണിക്കുന്ന അനീതിക്കെതിരെ നിലകൊള്ളുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ,
5 ദിവസത്തെ ജാമ്യം കിട്ടിയതുകൊണ്ട് കർണാടകയിൽ നീതിയുടെ പുതിയ സൂര്യോദയം ഉണ്ടായിരിക്കുന്നുവെന്ന് ആരും കരുതേണ്ടതില്ല എന്നും മഅദനി ഓർമ്മപ്പെടുത്തി. നാട്ടുകാരനാണ് നിസാമുദ്ദീൻ, അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ആ നിസാമുദ്ദീനെ വരനായി കണ്ടെത്തി. അൽഹംദുലില്ലാഹ് ഈ വിവാഹം ഉറപ്പിച്ചപ്പോൾ എന്റെ മകളെ സംബന്ധിച്ച് മകൾ എന്നോട് പറഞ്ഞത്, വിവാഹത്തിന് വാപ്പാക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിക്കാഹ് നടക്കുമെന്ന് കരുതണ്ട എന്നാണ് പറഞ്ഞത്. ഞാനപ്പോ പറഞ്ഞു ഞാൻ എത്തും എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും സത്യത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടിയൊന്നുമല്ല, ഈ സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നതാണ്. നിങ്ങൾ ആരും കരുതണ്ട കർണാടകത്തിൽ നീതിയുടെ പുതിയ സൂര്യോദയം ഉണ്ടായിരിക്കുന്നുവെന്ന്. അങ്ങനല്ല. എന്റെ കേസിൽപ്പെട്ട 2 പേർക്ക് നേരത്തെ 4 ദിവസം വീതം ഇതുപോലെ കൊടുത്തിട്ടുണ്ട് എന്റെ കേസ് നടത്തുന്ന ആൾ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ എന്നെ ഒഴിവാക്കാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എനിക്കും ഇങ്ങനൊരു അവസരം തന്നത്. പക്ഷെ അതിൽ നിരവധി ഇടപെടലുകൾ ഉണ്ടായത് കൂടുതൽ ഫലവത്താവുകയും ചെയ്തു. ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇനി അബ്ദുൽ നാസർ മഅദനിയുടെ പ്രസംഗത്തെ വിവാദമാക്കിയതിനോട് പ്രതികരിക്കാൻ മുസ്ലിം ലീഗിന്റെ കരുത്തനായ സെക്രട്ടറി ജനാബ് MP ET മുഹമ്മദ് ബഷീർ സാഹിബ് KMC ന്യൂസ് ടൈമിൽ ചേരുന്നു. ജനാബ് ബഷീർ സാഹിബ്, അബ്ദുൽ നാസർ മഅദനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായ രംഗങ്ങളാണ് ഇക്കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ സംഭവിച്ചത്. അബ്ദുൽ നാസർ മഅദനിയുടെ മകളുടെ വിവാഹവേദിയിൽ പങ്കെടുക്കാൻ താങ്കളടക്കം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ എത്തുകയുണ്ടായി. അബ്ദുൽ നാസർ മഅദനിയുടെ ശബ്ദം പുറം ലോകം കേൾക്കില്ല അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നൊരു ആശങ്കകൾക്കിടയിൽ വിവാഹത്തിന്റെ മുന്നോടിയായി ഗൃഹനാഥന്റെ പ്രസംഗം എന്ന പേരിൽ അബ്ദുൽ നാസർ മഅദനി പ്രസംഗിക്കുകയുണ്ടായി. ഈ പ്രസംഗത്തെ BJP നേതാവ് V മുരളീധരൻ അടക്കം മറ്റു ചിലർ വിവാദമാക്കുകയുണ്ടായി. രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തത്, ജാമ്യം റദ്ദാക്കണമെന്ന് വരെ അവർ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി. ഈ ഒരു വിവാദത്തോട് പരിപാടിയുടെ പ്രസംഗത്തിന്റെ ആദ്യവസാനം വരെ മഅദനിയുടെ ഇടതുഭാഗത്തായി താങ്കളെയും കാണാൻ സാധിച്ചു. അങ്ങനെ ആ പ്രസംഗം മുഴുവൻ വീക്ഷിച്ചു എന്ന നിലയിൽ ഈ വിവാദത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മഅദനിയുടെ പ്രസംഗത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്ന ഒരു സംഗതിയുമില്ല. മഅദനിയുടെ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ കേട്ട ആളുകൾക്ക് അവരുമായി ഏത് പോയിന്റിലും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മഅദനി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം സ്റ്റേജിലേക്ക് വന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും ആളുകൾ വലിയ ആവേശപ്രകടനമൊക്കെ കാണിച്ചു. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് എന്റെ മകളുടെ വിവാഹത്തിന് അനുവാദം കിട്ടി വന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ അമിതമായിട്ടുള്ള ഒരു ആവേശം കാണിക്കരുത്, ഒരുവിധ സംഗതിയും കാണിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സംഗതി എളുപ്പമാവില്ല, അത് ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് ആരും ഒരു സംഗതിയും ചെയ്യരുത് എന്ന കാര്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഖുർആനിൽ ഒരു വചനം കൂടി ഉദ്ധരിച്ചു. അതിന്റെ സാരാംശം ഇപ്രകാരമായിരുന്നു: നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രയാസോ വരികയാണെങ്കിൽ വികാരക്ഷോഭം കാണിക്കാതെ ക്ഷമിക്കാനാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് എന്ന വാക്കും അദ്ദേഹം ഉദ്ധരിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മറിച്ചിട്ടുള്ള കാര്യങ്ങൾ, തന്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കുന്ന സമയത്ത് മകൾക്ക് ഒരു ആശീർവാദം നേരുവാൻ, അനുഗ്രഹം നേരുവാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവിന്റെ വർത്തമാനമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതിലപ്പുറമുള്ള എന്ത് കാര്യം പറഞ്ഞു എന്നാണ് ഈ വിമർശകന്മാർ പറയുന്നതെന്ന് അവർ റൗണ്ടിന്റെ മറുപടിയിൽ പറഞ്ഞാൽ. ബഷീർ സാഹിബ്, ഇപ്പോഴും നിരപരാധികളടക്കം നിരവധി പേർ ലോകത്തിലെ വിവിധ ജയിലുകളിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. ഭീകരാക്രമണ കേസുകൾ ചുമത്തിയാണ് അവർ ജയിലിൽ അടക്കപ്പെട്ടത് എന്ന് അബ്ദുൽ നാസർ മഅദനി പറയുകയുണ്ടായി. അത് രാഷ്ട്രീയ പ്രസംഗം തന്നെയാണല്ലോ. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തേണ്ട ഒരു സാഹചര്യമായിരുന്നോ മകളുടെ വിവാഹവേദി? നിരപരാധികളായിട്ടുള്ള ആളുകൾ ജയിലിൽ കിടക്കുന്ന ആ സ്ഥിതിയിലല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് ആ ഒരു ഏത് കോൺടെസ്റ്റാ പറഞ്ഞെന്നാണ് നോക്കേണ്ടത്. വിചാരണ തടവുകാരായിട്ട് ഇന്ത്യയിലെ ജയിലുകൾ കിടക്കുന്നത് വളരെ ശരിയായിട്ടുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം മഅദനി അവിടെ പറഞ്ഞിട്ടില്ല. മഅദനി പറഞ്ഞിട്ടുള്ളത്, ഞാൻ അവിടെ കിടക്കുന്നു, ഇങ്ങനെ ഒരു നിരപരാധിയാണെങ്കിൽ എനിക്ക് ഇപ്പോഴാണ് ഒരു ഇത് കിട്ടിയത്, ഒരു ജാമ്യം കിട്ടിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ വർത്തമാനം പറഞ്ഞ് സങ്കീർണമാക്കുകയാണ്, എനിക്ക് ഇനി ഇത്തരം അവസരങ്ങൾ കിട്ടാതെ വരും എന്നുള്ള സംഗതിയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാനും തന്റെ മകളുമായി ഈ കാലം വരെ അവളുടെ വിവാഹത്തിലെങ്കിലും പങ്കെടുക്കാൻ തനിക്കിപ്പോൾ അവസരമുണ്ടായതിലുള്ള ഒരു സംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടും ഇത്തരം സംഗതികൾ തനിക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രയാസം പറഞ്ഞുകൊണ്ടും അല്ലാതെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിലേക്കുള്ള, നിങ്ങൾ പറഞ്ഞതുപോലെ വിചാരണ തടവുകാർ ഇന്ത്യയിലെ ജയിലിൽ കിടക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം ഇന്ത്യയിലുണ്ട്. ആ പ്രശ്നത്തിലേക്ക് ജനങ്ങളെ ശ്രദ്ധ തിരിക്കുന്ന വിധത്തിൽ മഅദനി പ്രസംഗിച്ചിട്ടേയില്ല. ഞാൻ ആ പ്രസംഗം പൂർണ്ണമായി കേട്ട ആളാണ്. പിന്നെ ഒരാള് നടത്തിയിട്ടുള്ള പ്രസംഗത്തെ ഈ വിധത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ അർത്ഥവുമില്ല.
ഈ പറയുന്നവർക്ക് എന്ത് പോയിന്റിലാണ് അതിന് ജാമ്യാപേക്ഷ ലംഘിച്ചതെന്ന് അവർ പറയുകയാണെങ്കിൽ അത് കേട്ട് ഞങ്ങൾ അടുത്ത റൗണ്ടിൽ സംസാരിക്കാൻ അവസരം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർ പറഞ്ഞത് എന്താണെന്ന് നോക്കിയിട്ട് അത് മറുപടി പറയാം. ഈ പ്രചരണങ്ങളിൽ യാതൊരു അർത്ഥവുമില്ല. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മകളുടെ വിവാഹവേദിയിൽ താൻ പറഞ്ഞു, ഞാൻ ഒരു വിവാഹത്തിൽ നടക്കേണ്ട ഒരു ഉപദേശം എന്നുള്ള നിലയിൽ, ഒരു ആശീർവാദം എന്നുള്ള നിലയിലാണ് പ്രസംഗിക്കുന്നത്. ആ ഫ്രെയിംവർക്കിന് പുറത്ത് മദനി സംസാരിച്ചിട്ടേ ഇല്ല എന്ന പൂർണ്ണ ബോധ്യം എനിക്ക് ആ പ്രശ്നം കേട്ട അടിസ്ഥാനത്തിലുണ്ട്. അത് ആരെന്ത് പറഞ്ഞാലും അതിൽ ന്യായമില്ലെന്ന് തന്നെയാണ് എന്റെ. നന്ദി ശ്രീ ബഷീർ സാഹിബ്. KMIC ന്യൂസ് ടൈമിൽ പങ്കെടുത്ത് താങ്കൾ വിലപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഇനി KMIC ന്യൂസ് ടൈമിൽ മഅദനിയുടെ മകളുടെ വിവാഹവേദിയിൽ ആദ്യാവസാനം വരെ പങ്കെടുത്ത ഇടതുപക്ഷ MLA KT ജലീൽ സാഹിബ് നമ്മോടൊപ്പം ചേരുന്നു. ജനാബ് KT ജലീൽ സാഹിബ്, കേൾക്കാമല്ലോ? അതെ. അബ്ദുൽ നാസർ മഅദനിയുടെ പ്രസംഗം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ചില കക്ഷികൾ രാജ്യദ്രോഹ പ്രസംഗമെന്ന് മുദ്രകുത്തുകയുണ്ടായി. വിവാഹവേദിയിൽ മഅദനിയോടൊപ്പം ആദ്യാവസാനം വരെ ഉണ്ടായിരുന്ന ആളാണ് താങ്കൾ. എന്താണ് മഅദനിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം? മദനിയുടെ പ്രസംഗത്തിൽ അങ്ങനെ രാജ്യദ്രോഹപരമായി എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്കെന്നല്ല, ആ പ്രസംഗം കേട്ട ആർക്കും തോന്നില്ല. 2.5 വർഷക്കാലം കർണാടകയിലെ ബംഗളൂരിലെ ജയിലിൽ കഴിയുന്ന അദ്ദേഹം, അവിടുത്തെ ഭരണ സംവിധാനം അദ്ദേഹത്തോട് കാണിക്കുന്ന അന്യായത്തെക്കുറിച്ചും അനീതിയെക്കുറിച്ചും പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത്. അതെങ്ങനെയാണ് രാജ്യദ്രോഹമാവുക? BJP ഭരിക്കുന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥിതി ഇത് തന്നെയാണ്. BJP എവിടെയൊക്കെ ഭരണത്തിലേറിയിട്ടുണ്ടോ അവിടെയൊക്കെ വിചാരണ തടവുകാരായി കഴിയുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ്, അവരും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വിചാരണ തടവുകാരായി കഴിയുന്ന ഒട്ടനവധി ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് സത്യത്തിൽ മദനി സംസാരിച്ചത്. കുറ്റവാളികളാണെങ്കിൽ ശിക്ഷിക്കണം. അവർക്കുമേൽ ആരോപിക്കപ്പെട്ട കുറ്റം സംശയലേശമന്യെ തെളിയിക്കാൻ സമയബന്ധിതമായി സംവിധാനമുണ്ടാവണം. അവർ തൂക്കിലേറ്റപ്പെടേണ്ടവരാണെങ്കിൽ തൂക്കിലേറ്റപ്പെടട്ടെ. നീണ്ട 9.5 വർഷക്കാലം കോയമ്പത്തൂർ ജയിലിൽ കിടന്നു അബ്ദുൽ നാസർ മദനി. അദ്ദേഹത്തിനെതിരായി ഉന്നയിക്കപ്പെട്ട ഒന്നും തെളിയിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല, കോടതിക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി പറഞ്ഞയച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം ബാംഗ്ലൂരിലെ സ്ഫോടനത്തിന് വേണ്ടി ശ്രമിച്ചത് എന്ന ആക്ഷേപം ഉയർന്നു വന്നത്. ബുദ്ധിയുള്ള ആർക്കാണ് അത് വിശ്വസിക്കാൻ കഴിയുക? ഒരു മനുഷ്യനെ പീഡിപ്പിക്കുന്നതിനും പ്രയാസപ്പെടുത്തുന്നതിനും ഒരു അതിരില്ലേ? ഒരതിരുമില്ലാത്ത മദനിയോട് ഇത്തരത്തിലുള്ള ഏറ്റവും മ്ലേച്ഛവും മൃഗീയവുമായ ഒരു നിലപാട് കർണാടകയിലെ സർക്കാർ സ്വീകരിക്കുന്നത്, BJPക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മദനി ജയിലിൽ കിടക്കണമായിരിക്കും. പക്ഷേ ഈ രാജ്യത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മദനിയോട് പല കാര്യങ്ങളിലും വിയോജിപ്പുള്ളവർ പോലും മദനിക്ക് നീതി ലഭ്യമാക്കിയില്ല എന്നുള്ള അഭിപ്രായമാണ് ഇതിനകം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നത്. കർണാടകയിൽ സ്ഥിതി വളരെ നല്ലതാണ് എന്നാണോ പറയേണ്ടത്? പിന്നെ മദനി 2.5 വർഷക്കാലം അദ്ദേഹം വീർപ്പുമുട്ടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി ഏതാണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തോട് നീതി കാണിക്കാൻ ഭരണകൂടം തയ്യാറായില്ല. അദ്ദേഹത്തിന് മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി 5 ദിവസം അനുവദിച്ചു. എന്നാൽ നമ്മളുടെ 2 മത്സ്യത്തൊഴിലാളികളെ അതിക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയ ഇറ്റാലിയൻ നാവികർ, അവർക്ക് യഥേഷ്ടമുള്ള നിയമ പരിരക്ഷയാണ് രാജ്യത്ത് കിട്ടുന്നത്. അവരിനി വരില്ല എന്ന് നമ്മളുടെ രാജ്യത്തെ അറിയിച്ചിരിക്കുന്നു. മദനി നാളെ ജയിലിലേക്ക് പോവുകയാണ്. എന്തൊരു വിരോധാഭാസമാണ്! മദനി ഇറ്റാലിയൻ പൗരനായിട്ടായിരുന്നു ജനിച്ചിരുന്നത് എങ്കിൽ മദനിക്കും കിട്ടുമായിരുന്നല്ലോ ഈ നിയമപരിരക്ഷ. ഇന്ത്യക്കാരനാണ് ഇന്ത്യയിൽ കോടതികളിൽ നിന്ന് ന്യായവും നീതിയും കിട്ടാത്തത്. മറ്റൊരു ദേശക്കാരനായിരുന്നെങ്കിൽ എന്ത് മഹാപരാധം ചെയ്താലും, രാജ്യദ്രോഹ കുറ്റമടക്കം ചെയ്താലും യാതൊരു പ്രശ്നവുമില്ലാതെ അവർ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി നമ്മളുടെ രാജ്യത്ത് ഉണ്ടാകുമായിരുന്നു. BJPയുടെ അല്ലെങ്കിൽ BJP നേതാവ്, BJPയുടെ പ്രസിഡന്റ് V മുരളീധരൻ പത്രസമ്മേളനം നടത്തി പ്രസ്താവന നടത്തുകയുണ്ടായി. ഈ പ്രസ്താവന എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? BJP ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഈ രാജ്യത്ത് BJPക്കാരെ പേടിച്ച് ഒരു മുസ്ലിമിനൊന്നും പറയാൻ പറ്റൂല, നീങ്ങാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വന്നാൽ അതിനൊന്നും വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. BJPയുടെ തിട്ടൂരവും അവരുടെ ഔദാര്യവുമൊന്നും ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ വേണമെന്ന് ഒരാളും കരുതുന്നില്ല.
നന്ദി ജനാബ് കെ ടി ജലീൽ സാഹിബ്. താങ്കളുടെ വിലപ്പെട്ട സമയം KMIC ന്യൂസ് ടൈമിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിന് നന്ദി അറിയിക്കുന്നു. അബ്ദുൽ നാസർ മഅദനിയുടെ 3ാം ദിവസമായ ഇന്നലെ 2.5 വർഷങ്ങൾക്കു ശേഷം അൻവാർശേരിയിലെത്തിയ അബ്ദുൽ നാസർ മഅദനി പ്രാർത്ഥനയ്ക്കിടെ പൊട്ടിക്കരഞ്ഞു. താൻ നിരപരാധിയാണെന്നും തീവ്രവാദിയായി തന്നെ മുദ്രകുത്തുകയാണെന്നും അദ്ദേഹം പ്രാർത്ഥനയിൽ പറഞ്ഞു. രോഗാവസ്ഥയിലുള്ള പിതാവിനെയും മാതാവിനെയും സന്ദർശിക്കാൻ ഉച്ചക്ക് 12:30 അബ്ദുൽ നാസർ മഅദനി സ്വദേശമായ അൻവാർശേരിയിലെത്തിയത്. വലിയ ജനക്കൂട്ടമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും മഅദനിയെ കാണാൻ ഇവിടെ എത്തിയത്. ഷാളണിയിച്ച് സ്വീകരിച്ച അബ്ദുൽ നാസർ മഅദനിയെ ദഫ്മുട്ടോടുകൂടിയാണ് യത്തീം കുട്ടികൾ യത്തീംഖാനയുടെ ഉള്ളിലേക്ക് ആനയിച്ചത്. PDP നേതാക്കളായ പൂന്തുറ സിറാജ്, വർക്കല രാജ്, മൈലക്കാട് ഷാ എന്നിവർ മഅദനിയോടൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് ജുമാ മസ്ജിദിൽ ളുഹർ നിസ്കാരത്തിന് നേതൃത്വം നൽകിയ അബ്ദുൽ നാസർ മഅദനി 2:30 വരെ അവിടെ തുടർന്നു. അൻവാർശേരിയിലെ യത്തീംഖാനയിലെ മസ്ജിദിൽ വെച്ചാണ് അബ്ദുൽ നാസർ മഅദനി ഭക്തി സാന്ദ്രമായ പ്രാർത്ഥന നടത്തിയത്. അൻവാർശേരിയിൽ അദ്ദേഹം സ്ഥിരമായി താമസിക്കാറുണ്ടായിരുന്ന 2ാം നമ്പർ മുറിയിലേക്കാണ് അദ്ദേഹത്തെ എത്തിച്ചത്. അവിടെ പിതാവും മാതാവും അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ജുമാ മസ്ജിദിൽ ളുഹർ നിസ്കാരത്തിന് നേതൃത്വം നൽകിയ ശേഷം മഅദനി 2:30 വരെ അവിടെ തുടർന്നു. തുടർന്ന് പ്രാർത്ഥനാ മജ്ലിസിന് നേതൃത്വം നൽകിയ അബ്ദുൽ നാസർ മഅദനിയുടെ കണ്ഠം നിരവധി തവണ ഇടറി. ചില അവസരങ്ങളിൽ നിയന്ത്രണം വിട്ട് കരയുകയും ചെയ്തു. താൻ കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കൂ, ഞാൻ നിരപരാധിയാണ്. രാജ്യദ്രോഹത്തിന്റെ മുദ്ര ചാർത്തുകയും അടിച്ചമർത്താൻ ശ്രമിക്കുകയുമാണ്. പിറന്ന മണ്ണിനെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് സ്വലാത്തുകൾ സമർപ്പിക്കുന്ന ഈ മണ്ണിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ്. പ്രാർത്ഥനയിൽ അബ്ദുൽ നാസർ മഅദനി പൊട്ടിക്കരഞ്ഞു. അവരുടെ രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ. അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ. ദീർഘായുസ് കൊടുക്കണേ. അവരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ. അവരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ. നേരിടുന്ന രോഗങ്ങൾ മാറ്റിക്കൊടുത്ത് ദീർഘായുസ് കൊടുക്കണേ. പ്രിയപ്പെട്ട മാതാവിന്റെ രോഗങ്ങൾ നീ ശക്തിയാക്കി കൊടുക്കണേ. പ്രിയപ്പെട്ട മാതാവ് ഒരുപാട് വിഷമകരമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. രോഗങ്ങൾ മാറ്റാനുള്ള കഴിവ് നിനക്ക് മാത്രമാണ്. പ്രാർത്ഥിക്കുന്നത് തടയാർക്ക് കഴിയില്ലല്ലോ. എന്നോട് ചോദിക്കാണ് വന്ന് സഹായിക്കണമെന്നോ അനുഗ്രഹിക്കണമെന്നോ. നിന്റെ മുന്നിൽ മാത്രമേ കരയുള്ളൂ. പഠിച്ചോളൂ, എന്നോട് മാത്രമേ കേടുവീഴിക്കുള്ളൂ. ആരുടെ മുമ്പിലും കരയില്ല. ആരുടെ മുമ്പിലും തലവലിക്കില്ല. ചോദിക്കില്ല. എന്നോട് ചോദിക്കണമല്ലോ. ആരും സഹായിക്കാതില്ല. നീ കരുണ ചെയ്യണമല്ല. നീ കരുണ ചെയ്യണമല്ല. കരുണയിലാണ് പ്രതീക്ഷ. നിന്റെ കാരുണ്യത്തിലാണ് പരീക്ഷ. നീ കരുണ ചെയ്യണം പാപ്പ. കരുണ ചെയ്യണം നാപ്പ. കരുണ ചെയ്യണം നാപ്പ. കാരുണ്യത്തിന്റെ വാതിലുകൾ തുറക്കണമല്ല. ഞാൻ കുറ്റവാളിയാണ്. എന്നെ അടച്ചിരിക്കുന്നു. എന്നെ കുറ്റവാളിയാണെങ്കിൽ നീ എന്നെ ശിക്ഷിച്ചേ. യാതൊരു പരിഭവമില്ല. യാതൊരു പരിഭവമില്ല. ചെയ്തെങ്കിൽ ശിക്ഷിക്കാൻ നിനക്ക് കഴിയും. ശിക്ഷിച്ചോർത്ത് യാതൊരു വേദനയുമില്ല. ഞാൻ കുറ്റവാളിയല്ലെന്ന് നിനക്കറിയാം. ഞാൻ നിരപരാധിയാണെന്ന് നിനക്കറിയാം. ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. രാജ്യദ്രോഹത്തിന്റെ മുദ്രകൾ ചാർത്തുകയാണ്. തീവ്രവാദത്തിന്റെ മുദ്രകൾ ചാർത്തുകയാണ്. രാജ്യത്തോട്
ഇഷ്ടത്തിന്റെയും പ്രേമത്തിന്റെയും സ്നേഹത്തിന്റെയും അടുപ്പത്തിന്റെയും അവിടുത്തെ മുന്നിലുള്ള സമർപ്പണത്തിന്റെയും പേരിൽ ഈ മണ്ണിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു റബ്ബേ, ഈ മണ്ണിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു റബ്ബേ, ഈ മണ്ണിന്റെ താല്പര്യങ്ങൾക്കെതിരായി ഞങ്ങൾ ഒന്നും ചെയ്യില്ല റബ്ബേ. ആരെങ്കിലും മുദ്ര കുത്തിയാലും എന്റെ മുന്നിൽ ഞങ്ങൾ നിരപരാധികളാണല്ലോ റബ്ബേ. ആ നിരപരാധിത്വത്തിന്റെ പ്രതിഫലമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ നിരപരാധിത്വത്തിന്റെ പ്രതിഫലമാണ് പീഡനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനോട് പ്രാർത്ഥനയ്ക്കിടെ പ്രവർത്തകരും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. നിസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവിടെ കൂടിയിരുന്നവരുമായി സൗഹൃദം പങ്കുവച്ചു. ഇതിനിടെ മാതാപിതാക്കളായ അബ്ദുസമദ് മാസ്റ്ററോടുകൂടെയും അസ്മാ ബീവിയോടുകൂടെയും അബ്ദുൽ നാസർ മഅദനി ഭക്ഷണം കഴിച്ചു. ജന്മനാടിന്റെ ആദരം ഏറ്റുവാങ്ങിയാണ് അബ്ദുൽ നാസർ മഅദനി മടങ്ങിയത്. 3:40 മീയന്നൂർ അസീസിയ മെഡിക്കൽ കോളേജിലേക്ക് യാത്രയായി. മഅദനി ഇന്ന് അസീസിയ ആശുപത്രിയിൽ തുടരും. നാളെയായിരിക്കും ബാംഗ്ലൂരുവിലേക്ക് തിരിച്ചു പോവുകയെന്ന് PDP നേതൃത്വം വ്യക്തമാക്കി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടൽ കൊലക്കേസിലെ പ്രതികളായ ഇറ്റാലിയൻ നാവികർ ഇനി ഇന്ത്യയിലേക്കില്ല. അതേസമയം വിചാരണ തടവുകാരനായി പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനി നാളെ വീണ്ടും ജയിലിലേക്ക്. ഇറ്റലിയുടെ നിലപാടിനെതിരെ രാജ്യത്ത് വ്യാപക പ്രതിഷേധം. ഇറ്റലിയുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഡൽഹി കൂട്ടമാനഭംഗ കേസിലെ മുഖ്യപ്രതി രാംസിംഗിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് തീഹാർ ജയിലിൽ. KSRTC പാക്കേജിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com, www.sunnyonlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.